ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ശ്രീ ആഗ്യയെ എഴുതിയിട്ടുള്ള ഹിരോഷിമ എന്ന് പറഞ്ഞ കവിതയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായൻ ആഗ്യേ എന്നാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ പ്രൊഫൈലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. एक दिन सहसा सूरज निकला अरे क्षितिज पर नहीं नगर के चौक. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് എന്തുണ്ടായി? സൂരജ് നിക്കല, സൂര്യൻ ഉദിച്ചു. പക്ഷെ ചക്രവാളത്തിൽ നിന്നല്ല. ഷിതിജ് എന്ന് പറഞ്ഞാൽ ഹൊറൈസൺ അല്ലെങ്കിൽ ചക്രവാളം, അവിടെ നിന്നല്ല. എന്നുവെച്ചാൽ ഷിതിജ് എന്ന് പറയുന്നത് സൂര്യൻ എവിടെ നിന്നാണ് ഉദിച്ചു വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് ആ റീജിയൻ തന്നെയാണ്. അതായത് ഭൂമിയും ആകാശവും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു ഏരിയ. അവിടെ നിന്നല്ല അന്ന് സൂര്യൻ ഉദിച്ചത്. നഗരത്തിന്റെ ചോക്കിലാണ്, ജംഗ്ഷനിൽ വെച്ചിട്ടാണ് എന്തുണ്ടായത്? സൂര്യൻ ഉദിച്ചു എന്ന് പറയുന്നത്. ധൂപ് ബർസി പർ അന്തരീക്ഷ സെ നഹി ഫട്ടി മിട്ടി സെ. വെയില് പെയ്തു എന്നാണ് പറയുന്നത്, ഉദിച്ചു എന്നല്ല. വെയിൽ പെയ്തു, ബർസി പർ അന്തരീക്ഷ സെ നഹി, പക്ഷെ അന്തരീക്ഷത്തിൽ നിന്നല്ല. ഫട്ടി മിട്ടി സെ, മണ്ണിൽ നിന്നാണ്, പൊളിഞ്ഞു കിടക്കുന്ന ഭൂമിയിൽ നിന്നാണ്. ഛായായെ മാനവ് ജൻ കി ദിശാഹീൻ സബ് ഓർ പടി. ഛായായെ, നിഴലുകൾ മനുഷ്യന്റെ, ദിശാഹീൻ ഡയറക്ഷൻലെസ് ആയിട്ട്, ദിശാഹീനായിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അത്രയും മനുഷ്യരുടെ നിഴലുകൾ. സബ് ഓർ പടി, എല്ലാ സ്ഥലത്തും ഇങ്ങനെ കിടക്കുകയാണ്. വ സൂരജ് നഹി ഉഗാ ഥ പൂരബ് മേ. ആ സൂര്യൻ ഉദിച്ചത് പൂരബിലല്ല, അതായത് ഈസ്റ്റിലല്ല, കിഴക്കല്ല ഉദിച്ചത്. വ ബർസ സഹസ ബീച്ചോ ബീച്ച് നഗർ കെ. അത് പെയ്യാണ് ചെയ്തത്, ഉദിക്കല്ല, പെയ്യാണ് ചെയ്തത് പെട്ടെന്ന്. ബീച്ചോ ബീച്ച് നഗർക്ക്, നഗരത്തിന്റെ സെന്ററിലായിട്ട്. ബീച്ചോ ബീച്ച് എന്ന് പറഞ്ഞാൽ സെന്ററിലായിട്ട്. കാൽ സൂരജ് കെ രഥ് കെ पहियों के ज्यों अरे टूट कर बिखर गए हों ദസോ ദിശാമേ. അപ്പോൾ മനുഷ്യരുടെ ശരീരങ്ങൾ ഇങ്ങനെ തെറിച്ചു പോവാണ്. എങ്ങോട്ടാണെന്നൊരു ഡയറക്ഷൻ മനസ്സിലാവുന്നില്ല. ആ ഒരു രീതിയിലാണ് തെറിച്ചു പോകുന്നത്. അത് കാണുമ്പോൾ കവിക്ക് തോന്നുന്നത് കാൽ സൂര്യ കെ രഥ് കെ पहियों के जो अरे टूट कर बिखर गए हो दसो दिशा में. കാൽ സൂര്യ എന്ന് പറയുന്നത് പാസേജ് ഓഫ് ടൈമിനെയാണ്, സമയത്തിനെയാണ് കാൽ സൂര്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പം ആ സൂര്യന്റെ രഥത്തിന്റെ ചക്രത്തിന്റെ ഭാഗങ്ങൾ പൊട്ടിത്തെറിച്ചു പോകുന്നത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത് എന്നാണ് പറയുന്നത്. അതുപോലെയാണ് മനുഷ്യ ശരീരങ്ങൾ ചിതറി ചിതറി ഓരോ സ്ഥലത്തേക്ക് തെറിച്ചുകൊണ്ടിരിക്കുന്നത്, ദിശാഹീനമായിട്ട്. എങ്ങോട്ടാണ് ഈ തെറിച്ചു പോകുന്നത് എന്ന് മനസ്സിലാകാത്ത രീതിയിലാണ് അങ്ങനെ തെറിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. രഥത്തിന്റെ पहियों എന്ന് വെച്ചാൽ വീൽസ്, പഹിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്രങ്ങൾ. ആ ചക്രങ്ങളുടെ ജോ അരേ ടൂട്ട്കർ ബിക്കർ ഗയേഹോ, അതിന്റെ ഭാഗങ്ങൾ പൊട്ടിത്തെറിച്ച് ചിതറിപ്പോയതുപോലെയാണ്. ദസോ ദിശാമേ, 10 ദിക്കുകളില്. കുച്ച് ക്ഷൺ ക വ ഉദയ് അസ്ത്, കുറച്ച് സമയത്തെ, സമയം എന്ന് പറയാൻ പറ്റില്ല, ക്ഷണികമായിട്ടുള്ള ആ ഉദയവും അസ്തമനവും ആ സൂര്യന്റെ. കേവൽ ഏക് പ്രജ്വലിത് ക്ഷൺ, ഒന്ന് ഉദിച്ച് ഒന്ന് ജ്വലിച്ചു നിന്ന ആ ഒരു നിമിഷം. ദൃശ്യ സോക്ക് ലേനെ വാലി ദൊപഹരി ഫിർ, ദൃശ്യ സോക്ക് ലേനെ വാലി ദൊപഹരി. ആ ഒരു ജ്വലിച്ചു നിന്ന നിമിഷത്തിലെ ദൃശ്യങ്ങൾ അബ്സോർബ് ചെയ്തെടുക്കുന്ന ദൊപഹരി, ആഫ്റ്റർനൂൺ. ഫിർ ഛായായെ മാനവ് ജൻ കി നഹി മിട്ടി ലംബി ഹോ ഹോക്കർ. അങ്ങനെ പിന്നീട് കണ്ടത് എന്താണ്? ഛായായെ മാനവ് ജൻ കി, മനുഷ്യരുടെ നിഴലുകൾ. നഹി മിട്ടി ലംബി ഹോ ഹോക്കർ, അത് നീണ്ടു നീണ്ടു പോയി, പക്ഷെ മാഞ്ഞു പോയില്ല. മാനവ് ഹി സബ് ഭാപ് ഹോ ഗയെ, മനുഷ്യരെല്ലാരും ആവിയായിപ്പോയി. ഭാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റീം എന്നാണ്, ആവി. ഛായായി തോ അഭി ലിഖി ഹെ ഝുൽസെ ഹുവെ പത്ഥറോ പർ. അപ്പോൾ മനുഷ്യർ ആവിയായിട്ട് പോയി, പക്ഷെ അവരുടെ നിഴലുകൾ മാഞ്ഞു പോയിട്ടില്ല. അത് ഇപ്പോഴും ഝുൽസെ ഹുവെ പത്തറോ പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചൂടായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന കല്ലുകളില് ഇപ്പോഴും പതിഞ്ഞു കിടപ്പുണ്ട് എന്നാണ് പറയുന്നത് ആ മനുഷ്യരുടെ നിഴലുകൾ. ഉജ്ഡി സഡ്കോ കി ഗച്ച് പർ, പിന്നീട് എവിടെയാണ് കിടക്കുന്നത്? നശിച്ചു പോയ റോഡുകളുടെ ലെയിൻസിലൊക്കെ കിടക്കുന്നുണ്ട്.
മാനവ് കാ രച്ചാ ഹുവാ സൂരജ്, മനുഷ്യൻ നിർമ്മിച്ച സൂര്യൻ. മാനവ് കോ ഭാപ് ബനാക്കർ സോക് ഗയ, മനുഷ്യനെ തന്നെ ആവിയാക്കിയിട്ട് അബ്സോർബ് ചെയ്തു എന്നാണ് പറയുന്നത്. പത്തർ പർ ലിഖി ഹുയി യ ജലി ഹുയി ഛായ, കല്ലുകളിൽ എഴുതപ്പെട്ട ഈ കത്തിക്കരിഞ്ഞ നിഴല് മാനവ് കി സാക്ഷി ഹെ, മനുഷ്യന്റെ സാക്ഷിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഹിരോഷിമയിലുണ്ടായ ബോംബ് ബ്ലാസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു കവിതയാണ്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് വായിച്ചു പോകുമ്പോൾ പല സ്ഥലത്തും ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നേക്കാം. ചിലപ്പോൾ ഞാൻ പറഞ്ഞതിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. അപ്പം അത് ഇനി ആ സമ്മറി നോക്കുന്നതോട് കൂടിയിട്ട് ക്ലിയർ ആവും കേട്ടോ. അപ്പം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ ഇതിൽ ശബ്ദാർത്ഥത്തിൽ പുതിയതായിട്ട് പറയുന്നത് ക്ഷിതിജ്, അതെന്താന്ന് നേരത്തെ പറഞ്ഞു. പൃഥ്വി ഓർ ആകാശ് ക സമ്മിലിത് സ്ഥൽ, ആകാശവും അതുപോലെ തന്നെ ഭൂമിയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം. ചോക്ക് ചോരാഹ ജംഗ്ഷൻ, ഛൻ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം, ഷൻ യാ പൽ, സാഖി സാക്ഷി നിഷാൻ, സാക്ഷി തന്നെയാണ്. ഹിരോഷിമ കവിത കാ സാർ, ഹിരോഷിമ നാമക് കവിത ആഗ്യേ കെ സദാ നീര കവിതാ സംഗ്രഹമേ സങ്കലിത് ഹെ. അപ്പോൾ ആഗ്യയുടെ സദാ നീര എന്ന് പറഞ്ഞ ആ ഒരു കവിതാ സംഗ്രഹത്തിലെ ഒരു കവിതയാണ് ഈ ഹിരോഷിമ എന്ന് പറയുന്നത്. ദ്വിതീയ വിശ്വയുദ്ധ में 6 अगस्त 1945 को अमेरिका के द्वारा जापान के हिरोशिमा नगर पर अणुबम गिराया था. അപ്പം സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് 6 ഓഗസ്റ്റ് 1945 അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ എന്ത് ചെയ്തിരുന്നു, ഒരു അണുബോംബ് സ്ഫോടനം നടത്തിയിട്ടുണ്ടായിരുന്നു. इसकी भीषणता ही हिरोशिमा नामक कविता की पृष्ठभूमि है. അതിന്റെ ഭീകരതയാണ്, ഭീഷണത എന്ന് വെച്ചാൽ എന്താണ്, ഭീകരതയാണ് ഹിരോഷിമ എന്ന് പറയുന്ന കവിതയില് മെയിൻ തീമായിട്ട് വരുന്നത്. പൃഷ്ഠഭൂമി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ തീം അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു കവിതയുടെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഹിരോഷിമയിൽ നടന്ന ആ ബോംബ് എക്സ്പ്ലോഷൻ ആണ്. കവി कहते हैं कि एक दिन सहसा नगर के चौक पर सूरज निकला. അപ്പോൾ കവി പറയുന്നത് ഒരു ദിവസം പെട്ടെന്ന് നഗരത്തിലെ ജംഗ്ഷനിലെ ഒരു സൂര്യൻ ഉദിച്ചു. യ സൂരജ് ക്ഷിതിജ് സെ നിക്ല നഹി ബൽക്കി മാനവ് സെ രച്ചാ ഹുവാ ഹെ. ഇതാണെന്നുണ്ടെങ്കിൽ ഹൊറൈസണിൽ നിന്നും പുറത്തോട്ട് വന്ന സൂര്യനല്ല, പക്ഷെ മനുഷ്യൻ ഉണ്ടാക്കിയ സൂര്യനായിരുന്നു. അർത്ഥാത് മാനവ് നിർമ്മിത് അണുബം കെ വിസ്ഫോട് സെ ഉത്പന്ന സൂരജ് ഥ. അതായത് മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട അണുബോംബിന്റെ സ്ഫോടനത്തിൽ നിന്നും ഉണ്ടായ സൂര്യനാണ്. इस सूरज का धूप आकाश से नहीं अपितु मिट्टी के फटने से चारों ओर बरसी. ഈ സൂര്യനിൽ നിന്നും വരുന്ന എന്താണ് കിരണങ്ങൾ അല്ലെങ്കിൽ വെയില് ആകാശത്തിൽ നിന്നല്ല, പക്ഷെ മണ്ണ് പൊട്ടി ചിതറുന്നതിൽ നിന്നാണ്. അതിൽ നിന്നാണ് 4 ഡയറക്ഷനിലും വന്നത് ആ വെളിച്ചം വന്നത്. വെളിച്ചം എന്ന് പറയാൻ പറ്റില്ല, വെയിൽ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കവി कहते हैं कि इस अनुपम रूबी सूरज के उदय होने से मनुष्य की छायाएं दिशाहीन हो गई. അങ്ങനെ കവി പറയുന്നത് ഈ ഒരു അണുബോംബാകുന്ന സൂര്യൻ ഉദിച്ചപ്പോഴ് മനുഷ്യരുടെ ഛായായി, മനുഷ്യരുടെ നിഴലുകൾ ദിശാഹീൻ ഹോഗയി, എങ്ങോട്ടെന്നില്ലാതെ ചിതറാനായിട്ട് തുടങ്ങി. काल सूर्य के रथ के पहियों के आरे टूट कर चारों ओर बिखर गए. काल सूर्य के रथ के पहियों के आरे. അപ്പോൾ ശരിക്കും സാധാരണയിൽ നമ്മൾ കാൽ സൂരജ് എന്നൊക്കെ ഉദ്ദേശിക്കുന്ന സമയത്തിന്റെ പാസേജിനെയാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് കാൽ സൂരജ് എന്നുള്ളത് കൊണ്ട് ആ ബോംബിനെയാണ്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വെളിച്ചം പുറത്തു വരുമല്ലോ, അതിങ്ങനെ ബ്ലാസ്റ്റ് ആവണ സമയത്ത് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സൂര്യൻ ഉദിച്ചതോട് കൂടിയിട്ട് സൂര്യന്റെ ഈ കാൽ സൂരജിന്റെ രഥത്തിന്റെ ചക്രങ്ങളുടെ ഭാഗങ്ങള് പൊട്ടിത്തെറിക്കാനായിട്ട് തുടങ്ങി. ഇസ് മാനവ് ചിതറാനായിട്ട് തുടങ്ങി. വിഖർന എന്ന് വെച്ചാൽ ചിതറുക അല്ലെങ്കിൽ സ്കാറ്റർ എന്നാണ്. ഇസ് മാനവ് നിർമ്മിത് സൂര്യനെ കുച്ച് ഹി ക്ഷണോं के अपने उदय अस्त से सारी मानवता का विध्वंस कर दिया. ഈ മനുഷ്യനുണ്ടാക്കിയ ഈ ഒരു സൂര്യൻ ഒരു നിമിഷ നേരത്തേക്ക് ഉദിച്ച് പിന്നീട് അസ്തമിച്ചു. ആ സമയം കൊണ്ട് മാനവ് ക വിധ്വൻസ് കർദിയ, മനുഷ്യരുടെ നാശമാണ് ഉണ്ടാക്കിയത്. വിധ്വൻസ് കർണ എന്ന് വെച്ചാൽ ഡിസ്ട്രക്ഷൻ, നാശം.
इस सूर्य के उदित होते ही सारा मानव शरीर भाप बनकर വാതാവരൺ में मिल गया. ഈ ഒരു സൂര്യൻ ഉദിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മനുഷ്യ ശരീരങ്ങൾ ആവിയായിട്ട് അറ്റ്മോസ്ഫിയറിൽ ചേർന്നു, അറ്റ്മോസ്ഫിയറിൽ ലയിച്ചു ചേർന്നു. आज भी झुलसे हुए पत्थरों और उजड़ी हुई सड़कों पर पड़ी हुई छायाएं इस दुर्घटना की साक्षी है. അപ്പോൾ ഇന്നും ആ ചുട്ടുപൊള്ളുന്ന പത്ഥർ കല്ലുകളിലും അതുപോലെ തന്നെ നശിച്ചു കിടക്കുന്ന റോഡുകളിലും ഒക്കെ ആ നിഴലുകൾ ഈ ഒരു ദുർഘടന, ഈ ഒരു ആക്സിഡന്റിന്റെ സാക്ഷികളായിട്ട് ഇന്നും നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് ആക്സിഡന്റ് അല്ല, മനഃപൂർവ്വം ചെയ്ത കാര്യമാണ്. ഈ ഒരു മോശമായിട്ടുള്ള സംഭവത്തിന്റെ, ഭീതിപ്പെടുത്തുന്ന ഈ ഒരു സംഭവത്തിന്റെ ചിഹ്നങ്ങളായിട്ട് ഇന്നും അതൊക്കെ ബാക്കിയുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രസ്തുത കവിത के माध्यम से आगे जी ने आज की वैश्विक राजनीति से उत्पन्न संकट और आशंकाओं की अभिव्यक्ति की है. അപ്പോൾ ഈ തന്നിട്ടുള്ള കവിതയിൽ ആഗ്യേജി ഇന്ന് വൈശ്വിക് രാജനീതി, ഇന്നത്തെ ലോകത്ത് നിലനിൽക്കുന്ന പൊളിറ്റിക്സ്, അതിൽ നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള ആശങ്കാവും കി അഭിവ്യക്തി കി ഹെ, ഉണ്ടാവാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഉള്ള അദ്ദേഹത്തിന്റെ ആശങ്കകളാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു കവിത വഴി. ആജ് ദുനിയ ആണവിക आयुधों को जमा करने की होड़ में है. यह ध्वंसात्मक होड़ मानव राशि का पोषक नहीं बल्कि हिंसक बनती है. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ലോകം ന്യൂക്ലിയർ വെപ്പൺസ് കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓട്ടത്തിലാണ്, നെട്ടോട്ടത്തിലാണ്. यह ध्वंसात्मक होड़ मानव राशि का पोषक नहीं बल्कि हिंसक बनती है. അപ്പോൾ ഇങ്ങനെ നാശത്തിന് വേണ്ടിയിട്ടുള്ള മനുഷ്യരുടെ ഈ ഒരു ഓട്ടം, ധ്വംസാത്മകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, അത് മനുഷ്യന് ഗുണത്തിലധികം ദോഷമാണ് ചെയ്യുക. ഹിംസാത്മക് ബന്ധിഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലൻസ് ആണ് ഉണ്ടാക്കുക, മനുഷ്യരെ വളർത്തുക എന്നതിലുപരി നാശം വരുത്തുകയാണ് ചെയ്യുക. इसलिए कवि मानव की इस प्रकार की नृशंसक വൃത്തിയോ കോ ചോടനെ കി ആവശ്യകത പർ ബോൾത്തെ എന്ന് വെച്ചാൽ, അതുകൊണ്ട് തന്നെയാണ് കവി മനുഷ്യരുടെ ഈ നൃശംസക് എന്ന് വെച്ചാൽ ക്രൂരമായിട്ടുള്ള കാര്യങ്ങളുടെ പിന്നാലെയുള്ള ഈ ഓട്ടം നിർത്തണം എന്ന് പറയുന്നത്. ഹോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനെങ്കിലും വേണ്ടി ഭയങ്കരമായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ ന്യൂക്ലിയർ വെപ്പൺസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിയായ പരിശ്രമം, അതിനെയാണ് ഹോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നൃശംസക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂരമായിട്ടുള്ള. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു കവിതയെ കുറിച്ച് പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സജഷൻസ് എന്നെ കോമെൻറ്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.